ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മുടങ്ങിപ്പോയ ഋതികയുടെയും ദീപകിന്റെയും വിവാഹം അത് നടത്തണം. എനിക്ക് അവനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ രാജുവിന്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കുക. അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ ഇത് നടക്കട്ടെ. പ്രതാപ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ ഇനി പറയാനുള്ളത്? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചല്ല പറയാനുള്ളത്. കാവിലെ ഉത്സവം നടക്കുന്നതിന് മുൻപ് ഞാൻ നിന്നോട് രാജുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നീ അത് ഓർക്കുന്നുണ്ടോ? പ്രതാപ, നിനക്കറിയില്ല, എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ലക്ഷ്യം കണ്ടുകൊണ്ടാ അവൻ ഋതികയെ വശീകരിച്ച് വിവാഹം കഴിച്ച് നിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതെങ്കിലും നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല ചേച്ചി, രാജു അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് രാജുവിനെ പരിപൂർണമായ വിശ്വാസമാണ്. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. പ്രതാപ, നീ ഇത് മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. അംബികയാ പറയുന്നേ, നിന്റെ ചേച്ചിയാ പറയുന്നേ. എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതെ, സംസാരിച്ചിരുന്നു. അന്ന് ഞാനേ നിന്നോട് പറഞ്ഞിരുന്നു, രാജു എങ്ങനെയാണെന്നുള്ള നിന്റെ കണക്ക് കൂട്ടലുകളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ച ഞാൻ പറയുന്ന ഒരു കാര്യം നീ സമ്മതിക്കണമെന്ന്. അതെ, ശരിയാ, പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ നിന്നോട് ആവശ്യപ്പെടുകയാ പ്രതാപ. മുടങ്ങിപ്പോയ ഋതികയുടെയും ദീപകിന്റെയും വിവാഹം അത് നടത്തണം. ചേച്ചി, അത് അല്ല, രാജുവും ഋതികയും തമ്മില് ഒന്നുമില്ലെന്നായില്ലേ ഇപ്പോ? രാജുവും രമ്യയും തമ്മിലുള്ള വിവാഹവും നടക്കാൻ പോവുക. പിന്നെ നമ്മുടെ കുട്ടികളുടെ വിവാഹം എന്തിനാ നീട്ടിവെക്കുന്നേ? നമുക്കെന്തായാലും ആ വിവാഹം നടത്തിയേക്കാം. പ്രതാപ, കൂടുതലൊന്നും ആലോചിക്കാനില്ല. നീ എനിക്ക് തന്ന വാക്കാണിത്. അത് നീ പാലിച്ചേ മതിയാവൂ. സർ, എന്നെ അനുഗ്രഹിക്കണം.
സാർ ഞങ്ങൾ ഇറങ്ങുവോ? നന്ദിയുണ്ട്. ശരി. വടി. സാറേ, ഞാനിന്ന് ഓഡിറ്ററെ കാണാൻ ഇറങ്ങട്ടെ. രാജു, എന്റെ മുറിയിൽ ഇൻകം ടാക്സ് ഫയലും റിപ്പോർട്ടുകളും ഉണ്ട്. അതും കൂടെ എടുത്ത് നീ ഓഡിറ്ററെ കാണാൻ പോയാൽ മതി. ആ ശരി സാർ. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? എന്താ ശരാ? അല്ല, ചേട്ടൻ രാജുവിന്റെയും രമ്യയുടെയും കാര്യത്തിലും ഋതികയുടെ കാര്യത്തിലും ഇങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുത്തത്? ശരാ, ഇതുവരെ നടന്നതൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആയിരുന്നോ? അല്ല ചേട്ടാ, ആഗ്രഹത്തിന് വിപരീതമായി ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് പെട്ടെന്ന് അവനോട് എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ചേച്ചിക്ക് ഞാൻ കൊടുത്ത വാക്കാ ചേച്ചി ചോദിച്ചു വാങ്ങിക്കൊണ്ടുപോയത്. ചേട്ടാ, അത് അബദ്ധമായിപ്പോയി. ദീപകിന്റെ സ്വഭാവം ചേട്ടൻ അറിയാവുന്നതല്ലേ? എനിക്കറിയില്ല ശരാ. കാൽ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥ എന്റേത്. വാക്കൊടുത്ത പാലിസല്ലേ പറ്റൂ. യാമിനി മാഡം, മാഡത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അപ്പോ രാജുവിനറിയാം. പക്ഷേ രാജുവിന് ഞാൻ പറയാൻ പോകുന്ന കേൾക്കാൻ മനസ്സിലല്ലേ? മാഡം, ഋതിക മാഡത്തിന്റെ കാര്യത്തില് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? രാജു കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്? രാജുവിന്റെ വിവാഹം ഉറപ്പിക്കുന്നു, ഋതികയും ദീപക്കുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം? ഒന്നും എന്റെ കയ്യിലല്ലല്ലോ. രാജു എന്തിനാ ഇങ്ങനെ നിസ്സഹായനാവുന്നത്? രാജുവിനൊന്ന് ആലോചിച്ച് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയില്ലേ? രാജു ഒരു തീരുമാനം എടുത്താ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ മാഡം? രാജു, ഇതിനെങ്ങനെ നിസ്സാരമായി കാണരുത്. ഒരു തവണ ദീപകിന്റെ കൈപ്പിടിയിൽ നിന്നും പ്രതിമോളുടെ ജീവിതം രാജു രക്ഷപ്പെടുത്തിയപ്പോ ഞാൻ ഒരുപാട് സമാധാനിച്ചു. പ്രതിമോളുടെ ജീവിതം ഇനി നന്നാവുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. രാജു ഋതുവിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ ആ വിശ്വാസം എല്ലാം തകർന്നു. ഇപ്പൊ നിങ്ങളുടെ ഈ ജീവിതം ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളുടെ ജീവിതോ? അതെ രാജു, ഇത് നിങ്ങളുടെ ജീവിതാ. രാജുവിന്റെ ഋതികയുടെയും ജീവിതം. രാജു ഒന്ന് അങ്ങനെ ചിന്തിച്ചു നോക്ക്. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല മാഡം. പ്ലീസ്, എന്നോട് ഇക്കാര്യം പറയരുത്. രാജു, ഒരിക്കലും ദീപക്കുമായുള്ള ഋതികയുടെ വിവാഹം നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ രാജു രമ്യ വിവാഹം കഴിക്കുകയല്ല വേണ്ടത്. യാമിനി മാഡം, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ചെറുപ്പം മുതല് എന്റെ ജീവിതം ഞാൻ തീരുമാനിച്ച ദിശയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഒഴുക്കിനാ എന്റെ ജീവിതവും.